കോഴിക്കോട് താമരശ്ശേരി ചുരം ഒന്നാം വളവിന് സമീപം ഗതാഗത കുരുക്ക് 14 വീൽ ടാങ്കർ ലോറിയുടെ ടയർ പൊട്ടിയതിനെ തുടർന്നാണ് ഗതാഗത കുരുക്കുണ്ടായത്. വാഹനങ്ങൾ വൺവേയായി കടന്നുപോകുന്നുണ്ട്. മുഹമ്മദ് അസ്ലം വിവരങ്ങൾ നൽകും. അസ്ലം, താമരശ്ശേരി ചുരത്തിലെ ഗതാഗത കുരുക്ക് പതിവാണ്. പക്ഷേ ഇന്നെന്താണ് സംഭവിച്ചത്? ഗതാഗത കുരുക്ക് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു വരുന്നുണ്ടോ? താമരശ്ശേരി ചുരത്തിന്റെ ഒന്നാം വളവിന് സമീപത്ത് ഒരു 14 വീലുള്ള ടാങ്കർ ലോറിയുടെ ടയർ പൊട്ടിയതാണ് ഗതാഗത കുരുക്കിന് ഇടയാക്കിയത്. സ്വാഭാവികമായിട്ടും അവിടെ ഒരു വശത്തോട് മാത്രമാണ് വാഹനങ്ങൾ കടത്തിവിടാൻ ഇപ്പോൾ കഴിയുന്നത്. ഇതാണ് ശരിക്കും വീണ്ടും വലിയ ഗതാഗത കുരുക്കിലേക്ക് നയിക്കുന്നത്. സ്വാഭാവികമായിട്ടും ക്രിസ്മസ് അവധിക്കാലം കൂടി ആയതുകൊണ്ട് വയനാട്ടിലേക്കും അതുപോലെ തന്നെ മൈസൂർ, ബാംഗ്ലൂർ പോലുള്ള സ്ഥലങ്ങളിലേക്കും വിനോദയാത്രക്കാരടക്കം വാഹനങ്ങളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഇത് കൂടി ആയതാണ് വലിയ പ്രശ്നമായത്. ക്രെയിൻ എത്തിച്ചുകൊണ്ട് ഈ വാഹനത്തെ ഒരു സൈഡിലേക്ക് മാറ്റാനുള്ള ശ്രമമാണ് ഇനി നടക്കുന്നത്. അതേസമയം അത് പൂർത്തിയാകുന്നതുവരെ ഈ ഗതാഗത കുരുക്കുണ്ടാവും. പ്രത്യേകിച്ച് മുകളിൽ നിന്ന് വരുന്ന വാഹനങ്ങളും താഴ്ന്ന വരുന്ന വാഹനങ്ങളും തമ്മിലുള്ള അവരുടെ എണ്ണം വർദ്ധിച്ചതും ഗതാഗത കുരുക്ക് വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ട്രാഫിക് പോലീസും മറ്റുമൊക്കെ അവിടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. പരമാവധി ഗതാഗത കുരുക്ക് ഒഴിവാക്കി ഒരു വഴിയിൽ കൂടി വാഹനം വിടാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്.